നമസ്കാരം, മഹാന്മാൻ ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷം. BJP വിജയത്തിന് പിന്നിൽ കോടികൾ ഒഴുക്കി എന്ന ആക്ഷേപം. BJPയുടെ പണപ്പെട്ടി DCC പ്രസിഡന്റ് വീട്ടിലെത്തിയെന്നും പരാതി. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും ആ പാർട്ടി നയിക്കുന്ന UDF-ഉം ഉശിരൻ വിജയം നേടി മുന്നോട്ട് പാഞ്ഞപ്പോൾ നാണം കെട്ട തോൽവിയിലേക്ക് തകർന്നടിഞ്ഞ തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ K. മുരളീധരന്റെ പരാജയം തൃശൂരിലെ കോൺഗ്രസിനകത്ത് അപ്രതീക്ഷിത പൊട്ടിത്തെറികൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. തൃശൂരിലെ പാർട്ടി നേതൃത്വത്തിന് വിമർശനം നടത്തിക്കൊണ്ടാണ് തോൽവിയറിഞ്ഞ മുരളീധരൻ കോഴിക്കോട്ടുള്ള വീട്ടിലേക്ക് മടങ്ങിയത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തന്റെ വിജയത്തിന് വേണ്ടി കാര്യമായി പ്രവർത്തിച്ചില്ല എന്ന് മാത്രമല്ല, മുൻ MP TN പ്രതാപനും DCC പ്രസിഡന്റും എതിരായ പ്രവർത്തനം നടത്തി എന്നുവരെ മുരളീധരൻ ആക്ഷേപം ഉന്നയിക്കുകയുണ്ടായി. ഏതായാലും തൃശൂരിലെ കോൺഗ്രസിന്റെ തോൽവി ജില്ലയിലെ പാർട്ടി നേതാക്കളും പ്രവർത്തകർക്കുമിടയിൽ വലിയ ഭിന്നതകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചില നേതാക്കൾ മുരളിക്കെതിരെ പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മുരളി ഒരു ശ്രമവും നടത്തിയില്ല എന്നുവരെ ഇപ്പോൾ വിമർശനമായി ഉയരുന്നുണ്ട്. എന്നാൽ ഈ വിമർശനത്തെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് DCC പ്രസിഡന്റും മുൻ MPയും ഒരുമിച്ചുള്ള കള്ളക്കളികളാണ് പാർട്ടിക്ക് തൃശ്ശൂരിൽ കനത്ത തോൽവി ഉണ്ടാക്കിയത് എന്ന് ഭൂരിപക്ഷം നേതാക്കളും പറയുന്നത്. തൃശ്ശൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണയും ഈ തവണയും BJP സ്ഥാനാർത്ഥിയായി വന്നത് ചലച്ചിത്ര താരമായ സുരേഷ് ഗോപിയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി തൃശ്ശൂരിൽ BJPക്ക് വേണ്ടി മത്സരരംഗത്തുണ്ടായിരുന്നു. ആരെയും അമ്പരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ മത്സരം നടത്തിയിരുന്ന UDF-ന്റെയും LDF-ന്റെയും സ്ഥാനാർത്ഥികളെ മലർത്തി അടിച്ചുകൊണ്ട് ഉഗ്രൻ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി വിജയിച്ചു വരുന്ന കാഴ്ചയാണ് ഫലപ്രഖ്യാപനത്തിൽ കണ്ടത്. തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് പിന്നിൽ വലിയ പണമൊഴുക്ക് ഉണ്ടായി എന്ന പരാതിയും കോൺഗ്രസിലെ ചില നേതാക്കൾ രഹസ്യമായി പറയുന്നുണ്ട്. തൃശ്ശൂർ DCC പ്രസിഡന്റ് BJP നേതാക്കളിൽ നിന്നും 2 കോടിയോളം രൂപ ആരും അറിയാതെ കൈപ്പറ്റിക്കൊണ്ട് BJP അനുകൂല നിലപാട് സ്വീകരിച്ചു എന്ന വിമർശനമാണ് ഈ ആൾക്കാർ രഹസ്യമായി പറയുന്നത്. തൃശ്ശൂരിൽ DCC പ്രസിഡന്റിനെതിരെ കുറെ കാലമായി കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും പലതരത്തിലുള്ള വിമർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല വിഷയങ്ങളിലും DCC പ്രസിഡന്റ് പണമിടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായി, സാമ്പത്തിക നേട്ടം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയമാണ് പണ്ട് മുതൽക്കേ DCC പ്രസിഡന്റിന് ഉള്ളതെന്നും സ്വന്തമായി ബിസിനസ് നടത്തുന്ന പ്രസിഡന്റ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒല്ലൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം വിലയ്ക്ക് വാങ്ങുകയായിരുന്നു എന്നുമുള്ള ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. നേരത്തെ കോൺഗ്രസ് പാർട്ടിയിലെ I ഗ്രൂപ്പുകാരനും രമേശ് ചെന്നിത്തലയുടെ അടുപ്പക്കാരനുമായിരുന്ന DCC പ്രസിഡന്റ് K. സുധാകരൻ KPC പ്രസിഡന്റായി വന്നതോടുകൂടി രമേശ് ചെന്നിത്തലയെ വിട്ട് സുധാകരനൊപ്പം ചേരുകയാണ് ഉണ്ടായത്. സുധാകര പക്ഷത്ത് നിലയുറപ്പിച്ചുകൊണ്ട് സ്വന്തം ശിങ്കടികളെ പാർട്ടിയുടെ നേതൃ പദവിയിൽ പ്രതിഷ്ഠിക്കുന്നതിനുള്ള നീക്കങ്ങളാണ് DCC പ്രസിഡന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നീക്കം വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു. DCC പ്രസിഡന്റുമായുള്ള അഭിപ്രായ ഭിന്നതയുടെ പേരിൽ പല ബ്ലോക്ക് കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും കുറെ കാലമായി പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിലെ I ഗ്രൂപ്പിന് നല്ല സ്വാധീനമുള്ള പ്രദേശമാണ്. എന്നാൽ ലീഡർ കരുണാകരന്റെ മരണശേഷം കുറെ നേതാക്കൾ I ഗ്രൂപ്പ് വിട്ട് A ഗ്രൂപ്പിലേക്ക് കാലുമാറുകയാണ് ഉണ്ടായത്. ഈ നേതാക്കളും നിലവിലെ DCC പ്രസിഡന്റുമായി ഒട്ടും യോജിപ്പിലല്ല. പാർട്ടിയുടെ താഴെ തട്ടുകളുള്ള പ്രവർത്തകരുമായി ഒരിക്കലും ഒരു ബന്ധവും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാതെ വെറും ആഡംബര ജീവിതത്തിന്റെ ഉടമയായ DCC പ്രസിഡന്റ് എന്ന പരാതിയും വ്യാപകമായി നിലനിൽക്കുകയാണ്. തൃശ്ശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുരളീധരന്റെ വമ്പൻ പരാജയത്തിന്റെ തൃശ്ശൂരിലെ നേതാക്കളും പ്രവർത്തകരും വല്ലാതെ തളർന്നിരിക്കുകയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ശേഷം പാർട്ടിക്ക് അകത്ത് DCC പ്രസിഡന്റിനും മുൻ MPക്കുമെതിരായ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. BJP നേതാക്കളിൽ നിന്നും വൻ തുക വാങ്ങി കോൺഗ്രസ് പാർട്ടിയെ ഒറ്റിക്കൊടുത്തു എന്ന പരാതി വരെ തൃശ്ശൂരിൽ മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. ഏതായാലും ആരും പ്രതീക്ഷിക്കാത്ത വമ്പൻ വിജയം BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞതിന് പിന്നിൽ ആരും അറിയാത്ത രഹസ്യമായി എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നന്ദി.